മോർണിംഗ്, എല്ലാവർക്കും വേഗം ലേണിംഗിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ പ്ലസ് വൺ പരീക്ഷ വന്നിരിക്കുകയാണല്ലേ. അപ്പം പ്ലസ് വണ്ണിൽ നമുക്കറിയാം കുറേ ചാപ്റ്റേഴ്സ് ഇടും. പ്ലസ് ടുവിനെ വെച്ച് നോക്കുമ്പോൾ ബയോളജിയിലെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ആൻഡ് ഓൾസോ ഓണപരീക്ഷ പോലെയല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കണം. ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സും പഠിക്കണം, അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റേഴ്സും പഠിക്കണം, എല്ലാം നമുക്ക് പഠിക്കണം അല്ലേ. അപ്പൊ പേടിക്കേണ്ട, കാരണം നമ്മളിപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ബോർഡ് എക്സാമിന് വലിയൊരു തലവേദന ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ സുവോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ തുടക്കത്തിലേ ഞാൻ പറയാം, വീഡിയോ ഫുൾ ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. 1 മാർക്കിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. 1 മാർക്ക് പോയാൽ ഫുൾ A+ പോകാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഫുൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഭയങ്കര പ്രശ്നക്കാരനാണ് ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക. ആൻഡ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളെ 1 മാർക്ക് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷം എന്ന് പറയുമ്പം 2023, 2022, 2019, 18, 17 ഈ 5 വർഷത്തിൽ സുവോളജിയിൽ നിന്ന് ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ പക്ഷേ സുവോളജി മാത്രമേ ഉള്ളൂ, ബോട്ടണി ഇല്ലേന്ന്. സുവോളജിയും ഉണ്ട്, ബോട്ടണിയും ഉണ്ട്. ഓക്കെ, ബോട്ടണി എടുക്കാൻ എന്താ സെറ്റായിട്ട് നമ്മൾ അമൽ സാറും ഗൗതമി മിസ്സും ഇവിടെ റെഡിയാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് ബോട്ടണിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ആദ്യം സുവോളജിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ആദ്യം 2023 ചോദ്യങ്ങളാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ ആസ്. അതായത് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ. എന്ത് ഫോമിൽ എന്നാണ് ചോദ്യം. ഇൻ ദ ഫോം ഓഫ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ആൻസർ ഇസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ്സ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ എസീലോമേറ്റ് ഓർഗാനിസം ഫ്രം ദ ഫോളോയിങ്. 4 എണ്ണം തന്നിട്ടുണ്ട്. എസീലോമേറ്റ് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ മക്കൾക്ക് അറിയാലോ, ഇപ്പൊ റൗണ്ട് വേമും ഹൂക്ക് വേമും ഫൈലേറിയൽ വേമും ഇതെല്ലാം ആഷൽമിന്തസ് ആണ്, റൗണ്ട് വേംസ് ആണ്. ഓക്കെ, അപ്പൊ ആഷൽമിന്തസ് എന്ന് പറയുമ്പോൾ അവര് സ്യൂഡോസീലോമീറ്റ്സ് ആണ്. ഓക്കെ, സ്യൂഡോസീലോമീറ്റ്സ് ആണ്. പക്ഷേ ടേപ്പ് വേം അല്ലെ, ടേപ്പ് വേം പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലാറ്റ് വേം ആണ്. പ്ലാറ്റി ഹെൽമിന്തസ് ആണ്, ഫ്ലാറ്റ് വേം ആണ്. ഓക്കെ, ഫ്ലാറ്റ് വേംസ് എന്താണ്? എസീലോമീറ്റ്സ് അല്ലടാ, എസീലോമീറ്റ്സ് ആണല്ലേ. ഇവർക്ക് സീലോം ഇല്ല. ഓക്കെ, എസീലോമീറ്റ്സ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ടേപ്പ് വേം. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ റെസ്പിറേറ്ററി ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് റെസ്പിറേറ്ററി സർഫസ് ഇസ് ഡിക്രീസ്ഡ്. അതായത് നമുക്ക് കുഞ്ഞു മുന്തിരിക്കൊലകൾ പോലെയുള്ള എന്തുണ്ട്? ആൽവിയോളയും നമ്മുടെ 2 ലങ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ആൽവിയോളയുടെ വാള് ഇങ്ങനെ ബ്രേക്ക് ആവുന്നു. കാരണം എന്താണ്? ഒന്നുമില്ല, ഈ സിഗരറ്റ് സ്മോക്കേഴ്സ് ഉണ്ടാവില്ലേ, അവരുടെ സിഗരറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ടൊബാക്കോയിൽ നിക്കോട്ടിൻ ഉണ്ട്, ടാറ് പോലെയുള്ള കുറെ കെമിക്കൽ കണ്ടന്റ്സ് ഉണ്ട് അല്ലെ. ഇതെല്ലാം നമ്മുടെ ആൽവിയോളയിൽ വന്ന് കെട്ടിക്കിടക്കും. അപ്പൊ ആൽവിയോളർ വാൾ ഡാമേജ് ആവുന്നു. അപ്പൊ ആൽവിയോളയുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. അതിനനുസരിച്ച് റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇത് എന്ത് രോഗമാണ്? എംഫിസിമ. ഓക്കെ, എംഫിസിമ, ഇതാണ് എംഫിസിമ. ഓക്കെ അല്ലേ. അപ്പൊ സിഗരറ്റ് സ്മോക്കേഴ്സിനാണ് ഈ എംഫിസിമ എന്ന് പറയുന്ന രോഗം കൂടുതൽ കണ്ടുവരാറ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്യാരക്ടേഴ്സ് ഓഫ് എ മെറീൻ ഇൻവെർട്ടിബ്രേറ്റ് ഗിവൺ ബിലോ. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്കിവിടെ? 2 ഹിന്റ്സ്. സ്പൈനി സ്കിൻഡ് ബോഡി, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ടു വിച്ച് ഫൈലം ഡസ് ഇറ്റ് ബിലോങ്? ഇപ്പൊ ഈസിയാണ്. സ്പൈനി സ്കിൻഡ് ബോഡി അതാരാണ്? എക്കൈനോഡേംസ് അല്ലടാ, എക്കൈനോഡേംസ് അല്ലെ, എക്കൈനോഡെർമേറ്റ. രണ്ടാമത്തെ ഹിന്റ് നിങ്ങൾ നോക്കിക്കേ, വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ളത് എക്കൈനോഡെർമേറ്റയ്ക്കാണ്. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിലോ അത് നമ്മുടെ പോരിഫറയ്ക്കാണ്. മാറിപ്പോവരുത് കേട്ടോ. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഇത് എന്ത് സ്ട്രക്ചറാ? നിഡോബ്ലാസ്റ്റ് അല്ലേ. This is nidoblast അല്ലെ, nidoblast. Name the phylum which possesses the structure. ഏത് ഫൈലമാണ് നിഡോബ്ലാസ്റ്റ് ഉള്ളത്? അവരുടെ പേര് തന്നെ നിഡേരിയ എന്നാണ്. നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ. ഇപ്പൊ നിഡേരിയ എന്ന് ഇവരെ വിളിക്കാൻ കാരണം എന്താ? അവർക്ക് നിഡോബ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത് ആർക്കാണ്? നിഡേരിയ എന്ന് പറയുന്ന ഫൈലക്കാർക്കാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഫങ്ഷൻസ് ചോദിക്കും. 3 ഫങ്ഷൻസ് ആണുള്ളത്. 1, ക്യാപ്ചർ ഓഫ് പ്രേ. ഇവർക്ക് ഫുഡ് കഴിക്കണ്ടേ. സോ പ്രേ ക്യാപ്ചറിന് ഹെൽപ്പ് ചെയ്യുന്നത് നിഡോബ്ലാസ്റ്റ് ആണ്. അതേപോലെ തന്നെ എവിടേക്ക് കുളത്തി പിടിച്ച് നിൽക്കാൻ ആങ്കറേജ്. ഇനി ഇവരുടെ പ്രിഡേറ്റേഴ്സിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടണ്ടേ അല്ലെ, അതിന് വേണ്ടിയിട്ട് ഡിഫെൻസ്. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് നിഡോബ്ലാസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നിഡോബ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് നിമാറ്റോസിസ്റ്റ് ഉള്ളത്.
ഓക്കെ, പോയിസൺ ഫിൽഡ് ആയിട്ടുള്ള നിമാറ്റോസിസ്റ്റ് ഉള്ളത്. ഓക്കെ, യെസ്. അപ്പൊ 2023 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 2022 ചോദ്യങ്ങളാണ്. സെലക്ട് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ ഫ്രം ദ ഫ്ലോയിങ്. അപ്പൊ ഇതിൽ ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക മാംഗോന്റെ സയന്റിഫിക് നെയിം ആണ്. ട്രൈറ്റിക്കം ഈസ്റ്റൈവം വീറ്റിന്റെ സയന്റിഫിക് നെയിം ആണ്. പാന്തറ ടൈഗ്രസ് എന്ന് പറയുന്നത് ടൈഗറിന്റെ സയന്റിഫിക് നെയിം ആണ്. ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, മസ്ക ഡൊമസ്റ്റിക്ക. ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവസാനം ഒരു ടേബിൾ ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക്കൽ കാറ്റഗറീസ്. അപ്പൊ നമുക്ക് ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഇവിടെ തന്നിട്ടുണ്ട്, കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. ഓപ്ഷൻസ് ഓൾറെഡി അവർ തന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം KPC ഓഫ് GS. KPC ഓഫ് GS നമുക്ക് അറിയാം അല്ലെ. അപ്പൊ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇപ്പൊ ഏത് ഓർഡറിലാണ് ഞാനിപ്പോ പറഞ്ഞത്? സ്പീഷീസ് ലോവസ്റ്റ് ടാക്സോൺ ആണ്, കിങ്ഡം ഹയസ്റ്റ് ടാക്സോൺ ആണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡർ. അപ്പൊ ഇവിടെ അസെൻഡിങ് ഓർഡർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ദ റൈറ്റ് ആൻസർ നിങ്ങൾ തന്നെ നോക്കിക്കേ, ഈസിയാണടാ, ഈസിയാണ്. SGF അല്ലെ, SGF എന്ന് പറയുമ്പം ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം എന്താണ്? BM SG ആണ്, പക്ഷെ ഫാമിലിക്ക് പകരം ഫൈലം വന്നു, തെറ്റാണ്. SC ക്ലാസ് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ തെറ്റാ. SO ഓർഡർ തെറ്റാണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് എന്ന് പറയുമ്പം അസെൻഡിങ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, ഏത് ഓർഡർ ആണടാ? അസെൻഡിങ് ഓർഡർ. ഓക്കെ, അസെൻഡിങ് ഓർഡർ. റൈറ്റ്, കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്കാണെങ്കിലാണ് ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ ആനിമൽ വിച്ച് ഇസ് കോമൺലി കോൾഡ് ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വോർ. പോർച്ചുഗീസ് മാൻ ഓഫ് വോർ. പോർച്ചുഗീസ് പായ്ക്കപ്പൽ പോലെയൊക്കെയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഫൈസാലിയാണ് എന്തെന്ന് പറയുന്നത്? പോർച്ചുഗീസ് മാൻ ഓഫ് വോർ അല്ലേ. നമ്മൾ നിഡേരിയ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഈ ഒരു എക്സാമ്പിൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഗിവൺ മോളിക്യൂൾ. ഈ തന്നിരിക്കുന്നത് ഒരു അമിനോ ആസിഡ് ആണല്ലോ, സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതെന്താണ്? അമിനോ ആസിഡ് ആണ്. അപ്പൊ അമിനോ ആസിഡ്സിൽ R ഗ്രൂപ്പ് ഇങ്ങനെ മാറും, അതിനനുസരിച്ച് അമിനോ ആസിഡ് മാറും. അപ്പൊ ഇവിടെ R ഗ്രൂപ്പ് H ആണ്, ജസ്റ്റ് ഹൈഡ്രജനെ വന്നിട്ടുള്ളൂ അല്ലെ. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാണടാ? ഗ്ലൈസീൻ. ഏതാണ്? ഗ്ലൈസീൻ. അപ്പൊ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ടേബിൾ നല്ല ഒരു പേജ് നിറയെ ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ലിപ്പിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്യൂരിൻസും പിരിമിഡിൻസും അമിനോ ആസിഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾ അത് പഠിച്ചോളൂ കേട്ടോ. അത് കറക്റ്റ് പഠിച്ചോളൂ. ഐഡന്റിഫൈ ചെയ്യാൻ സ്ഥിരമായിട്ട് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ അത് കൂടാതെ മിസ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനൊക്കെ നമുക്കൊരു ടേബിൾ പഠിക്കാനുണ്ട് അല്ലെ. ടേബിളിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് പഠിച്ചു വെച്ചോളൂ. അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് എർത്ത് ഫ്രം ദ ഫ്ലോയിങ് ലിസ്റ്റ്. ഇൻസെക്ട്, എർത്ത് വോം ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എർത്ത് വോമിന്റെ സ്കിന്ന് മോയിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ക്യൂട്ടിക്കിൾ. അവർ ക്യൂട്ടിക്കിൾ വഴിയാണ് എന്ത് ചെയ്യണത്? ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവര് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത് എങ്ങനെയാണ്? അവരെ സ്കിന്ന് വഴി, ക്യൂട്ടിക്കിൾ വഴി. അപ്പൊ ഈ ക്യൂട്ടിക്കിൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മോയിസ്റ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അത് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പൊ ഇവര് ബ്രീത്ത് ചെയ്യുന്നത് റെസ്പയർ എന്ന സ്കിന്ന് വഴിയാണ്. അതുകൊണ്ടാണ് മോയിസ്റ്റ് സ്കിൻ ഉള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ക്യൂട്ടിക്കിൾ. അപ്പൊ ക്യൂട്ടിക്കിൾ എർത്ത് വോമിന്റെ. ഈ സ്കിന്ന് വഴി ബ്രീത്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, എർത്ത് വോം ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് മെയിൻ ആയിട്ട് ട്രക്കിയൽ സിസ്റ്റം വഴിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് എന്തുണ്ടാവും? ട്രക്കിയൽ സിസ്റ്റം ഉണ്ടാവും. ആ ട്രക്കിയൽ സിസ്റ്റം വഴിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? റെസ്പയർ എന്നതല്ല. അപ്പൊ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ട്രക്കിയൽ സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് 2019 ചോദ്യങ്ങളിലേക്ക് പോവാണ്. ഇനെ പോളിസാക്രൈഡ്, മോണോസാക്രൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ. അപ്പൊ പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ മുത്തുമാല, മുത്തുമാലയിൽ കുറെ മുത്തുകൾ കോർത്ത് വെച്ചിട്ടില്ലേ? യെസ്. അപ്പൊ പോളിസാക്രൈഡ് മുത്തുമാലയാണെങ്കിൽ മുത്തുകൾ മോണോസാക്രൈഡ്സ്. അപ്പൊ ഈ മോണോസാക്രൈഡ്സിനെ നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഏതാണ് ബോണ്ട് എന്നാണ് ചോദിച്ചത് അല്ലെ. ദാറ്റ് ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഏത് ബോണ്ടാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇൻ കേസ് ഇത് പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ മുത്തുമാലയാണ്,
അതിലെ മുത്തുകൾ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്തിട്ടുള്ളത് ഏത് ബോണ്ട് വഴിയാണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഏതാണടാ? പെപ്റ്റൈഡ് ബോണ്ട്. മാറിപ്പോവരുത് കേട്ടോ. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. വളരെ ശക്തമായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സ്പയർ ചെയ്തു അല്ലെ, എയറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് കളഞ്ഞു. എന്നാലും പോവാതെ കുറച്ച് എയർ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അല്ലെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ദാറ്റ് വോളിയം ഓഫ് എയർ ഇസ് കോൾഡ് ആസ് tidal volume, vital capacity, residual volume, inspiratory volume. The right answer is residual volume. നമ്മൾ മരണപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ എയർ പുറത്തേക്ക് പോകുന്നുള്ളൂ. So the right answer is residual volume. Okay അല്ലേ? അടുത്തത്, the opening of right atrium into right ventricle of human heart is guarded by right atrium, right ventricle in between ആയിട്ട് വരുന്ന ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന യെസ് വാൾവ് ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. ഇത് നമ്മുടെ ഹാർട്ട്. നോക്കിക്കേ, ഇത് നമ്മുടെ ഹാർട്ട് കേട്ടോ. ഇത് നമ്മുടെ ഹാർട്ടാണ്. ഇതെന്താണ്? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പൊ റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഒരു ഓപ്പണിംഗ്. ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന വാൾവ്. ദാറ്റ് വാൾവ് വാസ് ട്രൈകസ്പിഡ് വാൾവ്. ഏത് വാൾവ് ആണടാ? ട്രൈകസ്പിഡ് വാൾവ് ആണ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൾവ്. ഈ ലെഫ്റ്റ് ഏട്രിയ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്തതാണെങ്കിലോ ദാറ്റ് ഈസ് ബൈകസ്പിഡ് വാൾവ് അല്ലെ, ബൈകസ്പിഡ് വാൾവ്. ഓക്കെ, അത് ബൈകസ്പിഡ് ആണ്. ഓക്കെ, ബൈകസ്പിഡ് വാൾവ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൈകസ്പിഡ് വാൾവ് തന്നെയാണ് മൈട്രൽ വാൾവ് കേട്ടോ, മാറിപ്പോണ്ട. ഓക്കെ, അടുത്തത് 2018 ചോദ്യങ്ങള്. ഇൻ വിച്ച് ഓഫ് ദീസ് ഓർഗാനിസംസ് ഡസ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കെ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ? അവരുടെ ജീവിതകാലം മുഴുവനും സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത് പ്ലാന്റ്സ് ആണോ അനിമൽസ് ആണോ കാണിക്കുന്നത്? പ്ലാന്റ്സ് ആണ്. അവരെ കംപ്ലീറ്റ് ലൈഫ് സ്പാനിൽ മുഴുവനും ഗ്രോ ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് സെൽ ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അവർ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ആനിമൽസിന്റെ കേസ് അങ്ങനെയല്ല. നമ്മളൊരു പ്രത്യേക ഏജ് വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഗ്രോ ചെയ്യുന്നുള്ളൂ അല്ലെ. ഇപ്പൊ റൈറ്റ് ആൻസർ എന്താ? മസ്ക ഡൊമസ്റ്റിക്ക അല്ല, ഹോമോസാപ്പിയൻസ് അല്ല, മാൻചിഫറ ഇൻഡിക്ക ഇസ് ദ റൈറ്റ് ആൻസർ. നെയിം ദ കാർട്ടിലേജിനസ് ലിഡ് ദാറ്റ് ചെക്സ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻടു ദ റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഫുഡ് കയറാൻ പാടില്ല, എയർ അല്ലേ കയറാൻ പാടുള്ളൂ. അപ്പൊ അതവിടെ ഗാർഡ് ചെയ്യുന്നത് ഒരു കാർട്ടിലേജിനസ് ലിഡാണ്, ഒരു അടപ്പാണ്, ഒരു പാടയാണ്. അതെന്താണെന്നാ ചോദ്യം. മക്കളെ നോക്കിക്കേ, നോക്കിക്കടാ, ഇതാണ് നമ്മുടെ ലാറിങ്സ്, സൗണ്ട് ബോക്സ്. ഇതിന്റെ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടസ്. ഗ്ലോട്ടസ്. ഓക്കെ, ലാറിങ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ട്രക്കിയ. ഇതെന്താണ്? ദിസ് ഇസ് ട്രക്കിയ അല്ലെ, ട്രക്കിയ. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത് തന്നെ ആരുണ്ട്? തൊട്ട് പിന്നിലായിട്ട് നമുക്കിങ്ങനെ ഈസോഫാഗസ് കാണാൻ പറ്റും. ഫുഡ് പൈപ്പ്, ഈസോഫാഗസ് അല്ലെ. അപ്പൊ നമ്മൾ ഫുഡ് ഇങ്ങനെ സ്വാലോ ചെയ്യുന്ന സമയത്ത് ഫുഡ് ലാറിങ്സ് വഴി ട്രക്കിയയിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഫുഡ് വേഗം ഗ്ലോട്ടസിന്റെ ഉള്ളിലേക്ക് കയറി കളയും. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ ഗ്ലോട്ടസിന് എന്ത് ചെയ്യണം? അവിടെ അടയ്ക്കണം. ഫുഡ് കറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് കയറാൻ പാടുള്ളൂ? ഈസോഫാഗസിലേക്ക് അല്ലെ. അപ്പൊ ആരാണ് ഇവിടെ ഈ ഒരു ഗ്ലോട്ടസ് എന്ന് പറയുന്ന ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്യണത്? ഒരു തിൻ കാർട്ടിലേജിനസ് ഫ്ലാപ്പ്. എന്താണടാ? ഒരു തിൻ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഇവിടെ ഉണ്ട് അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഗ്ലോട്ടസ്. എന്താണടാ? എപ്പിഗ്ലോട്ടസ്. അപ്പൊ എപ്പിഗ്ലോട്ടസ് എന്ത് ചെയ്യും? വന്ന് അടയ്ക്കും ഗ്ലോട്ടസിനെ. അപ്പൊ ഫുഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ലാറിങ്സ് ട്രക്കിയ എത്തില്ല, നേരെ ഈസോഫാഗസിലേക്ക് കയറും കേട്ടോ. ഓക്കെ, അപ്പൊ എപ്പിഗ്ലോട്ടസ് ആണ് റൈറ്റ് ആൻസർ. തിൻ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? എപ്പിഗ്ലോട്ടസ് എന്ന് പറയുന്നത്. യെസ്, ഇനി 2017 ചോദ്യങ്ങളാണ്. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് പൊസസസ് എക്സ്ക്ലൂസീവ്ലി 4 ചേംബേർഡ് ഹാർട്ട്. ഹാർട്ടിന് 4 ചേംബേഴ്സ് ഉള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാർക്ക്, ക്രോക്കഡൈല്, റാബിറ്റ്. ഷാർക്കിന് നമുക്കറിയാം 2 ചേംബേർഡ് ഹാർട്ടാണുള്ളത്. ക്രോക്കഡൈലിനാണെങ്കിലോ 4, റാബിറ്റിന് 4. ഇനി ഫ്രോഗിന് 3 ചേംബേർഡ് ഹാർട്ടാണ്, ഷാർക്കിന് 2, ക്രോക്കഡൈലിന് 4. അപ്പൊ അതുമല്ല. ക്രോക്കഡൈൽ, പീജിയൻ, റാബിറ്റ്. ക്രോക്കഡൈലിന് 4 ചേംബേർഡ് ഹാർട്ട്, പീജിയന് 4 ചേംബേർഡ് ഹാർട്ട്, റാബിറ്റിന് 4 ചേംബേർഡ് ഹാർട്ട്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഡി എന്തുകൊണ്ടാണ് തെറ്റിയത്? ഫ്രോഗിന് 3 ചേംബേർഡ് ഹാർട്ട്, പീജിയൻ 4 ചേംബേർഡ്, ഷാർക്ക് 2 ചേംബേർഡ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. എല്ലാം 4 ചേംബേർഡ് ആവണം. ഓക്കെ, നെയിം ദ ഫൈലം ഇൻ വിച്ച് അഡൽട്ട് ഓർഗാനിസംസ് ആർ റേഡിയലി സിമെട്രിക്കൽ ബട്ട് ലാർവേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. അതായത് അഡൽട്ട് എന്താണ്? റേഡിയലി സിമെട്രിക്കൽ ആണ്.
ലാർവ ബൈലാട്രലി സിമെട്രിക്കലാണ്. ആനിമൽ കിങ്ഡത്തിൽ നിങ്ങൾക്കൊരു ടേബിൾ പഠിക്കാനുണ്ട്, അതിന്റെ താഴെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഏതാണ് ഫൈലം? ആ ഫൈലത്തിൽ നിന്നൊരു എക്സാമ്പിളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈലം നമുക്ക് ഏത് എഴുതാം? ഒറ്റൊന്നേ എഴുതാൻ പറ്റുള്ളൂ, അത് തന്നെ എക്കൈനോഡേർമേറ്റ. എക്കൈനോഡേംസിന്റെ അഡൽട്ട്, ഇപ്പൊ സ്റ്റാർ ഫിഷിനൊക്കെ ആലോചിക്കുക, അഡൽട്ട് റേഡിയലി സിമെട്രിക്കലാ, പക്ഷെ ലാർവ ബൈലാട്രലി സിമെട്രിക്കലാ. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? എക്കൈനസ്, എസ്റ്റീരിയാസ് അല്ലേ? ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ സ്റ്റാർ ഫിഷ് എന്നോ സീ കുക്കുംബർ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, സീ ഓർച്ചിൻ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സയന്റിഫിക് നെയിം എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നെഫ്രോസൈറ്റ്സ് എന്തിനുള്ളതാ? എക്സ്ക്രീഷൻ. ഒമാറ്റിഡിയ എന്തിനുള്ളതാടാ? ഒമാറ്റിഡിയ മൊസൈക്ക് വിഷൻ എസ്പെഷ്യലി മൊസൈക്ക് വിഷൻ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. കണ്ടോ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. കുട്ടികൾ എപ്പോഴും പറയും 1 മാർക്കാണ് ഏറ്റവും ടഫ്, 2, 3 ഒക്കെ നമുക്ക് എന്നാലും എഴുതാന്ന്. നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്കും ഈസിയാണ്. ഓക്കെ, അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുക. ഇപ്പൊ സുവോളജി മിസ് സെറ്റാക്കി തന്നിട്ടുണ്ട്. ബയോളജിയിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തരാൻ അതാ റെഡി ആയിട്ട് നമ്മുടെ ഗൗതമി മിസ്സും അമൽ സാറും ഉണ്ട്. അപ്പൊ അവരെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോഴാ മക്കളെ, നമുക്കിനി അടുത്ത വീഡിയോ വെച്ച് കാണാം. 1 മാർക്ക് മാത്രമല്ല 2 മാർക്കും 3 മാർക്കും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റാ. ഹലോ മക്കളെ, സുവോളജി നമ്മുടെ അശ്വിനി മിസ് അടിപൊളിയായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടണിന്റെ 1 മാർക്കിലേക്ക് വേഗം ഒരു കടന്നേക്കാം അല്ലേ? നോക്കിയപ്പോ എങ്ങനെയൊക്കെയാണ് 1 മാർക്ക് വന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ് ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ടിലൻ ഓഫ് മോണോകോട്ട് ഈസ്. സ്ക്യൂട്ടെല്ലം ആണ് ആൻസർ വരിക. ഓക്കെ, സ്ക്യൂട്ടെല്ലം. അടുത്തത് നമുക്ക് നോക്കിയേക്കാം. സിമ്പിൾ ആയിട്ട് ചോദ്യമായി. The cell organelle found both in eukaryotic and prokaryote. രണ്ടിലും കാണുന്നത് ആരാണ്? റൈബോസോം ആണ് അല്ലെ? രണ്ടിലും, ഒന്നിൽ പ്രോകാരിയോട്ടിൽ 70s ആണ്, യൂകാരിയോട്ടിൽ 80s ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് ആരിൽ മാത്രമേ കാണാൻ പറ്റൂ? ആനിമലില് ലൈസോസോം, സോറി പ്ലാന്റില്, ബാക്കിയുള്ള എന്ന് പറയുന്ന പ്ലാന്റില് ലൈസോസോമും സെൻട്രോസോമും ആനിമലിലും. അനലൈസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റും ട്രൂ ഏതാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണോ അല്ലേ? അതായത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ് ഈസ് കോൾഡ് മീസോഫിൽ എന്നാണ് പറയുന്നത്, നമുക്കറിയാം. അനാട്ടമിയിൽ നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂവിന് നമുക്ക് ലീഫിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ നല്ല പറയുക, അവിടെ നമ്മൾ മീസോഫിൽ കാണിക്കുക. ദെൻ സ്പെഷ്യലൈസ്ഡ് സെൽ പ്രസന്റ് ഇൻ ദ വിസിനിറ്റി ഓഫ് ഗാർഡ് സെൽ ഈസ് കോൾഡ് ബുളിഫോം സെൽസ്. ഒരിക്കലും ബുളിഫോം സെൽസ് അല്ലല്ലോ വരിക അല്ലേ? എന്താണ് ഗാർഡ് സെൽസിന് തൊട്ടടുത്തുള്ള സെല്ലുകളെ നമ്മൾ സബ്സിഡറി സെൽസ് എന്നാണ് പറയുക. ഓക്കെ, ബുളിഫോം സെൽസ് നമുക്ക് മോണോകോട്ടിലെ ലീഫിൽ കാണുന്ന കാര്യമെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ് അല്ലേ? ദെൻ അടുത്തത് സെലക്ട് ദ കറക്റ്റ് പെയർ എന്നാണ്. ഇത് മാച്ച് ദ ഫോളോവിംഗ് അല്ല, അങ്ങനെ പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നും അല്ലേ? ഒറ്റയടിക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇത് കറക്റ്റ് പെയർ സെലക്ട് ചെയ്യാനാണ്. മെഥനോജൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ ആണ്. അയാൾ ആരെന്ന് കാണിച്ചു കൊടുത്തേക്കാം അല്ലേ? നമ്മുടെ മാർഷി ഏരിയയിലായിരിക്കും. ഹാലോഫൈലുകൾ സോൾട്ടി. ശരിയാലോ? ബാക്കിയുള്ളവരോ നോക്കാം. തെർമോസ്ഫിയർസ് ആണെങ്കിൽ അവരെന്താണ്? ഹോട്ട് സ്പ്രിംഗ്സിലാണ്. തെർമോ എന്ന് പറയുമ്പോൾ ഹോട്ട് എന്നാലേക്ക് മൈക്കോപ്ലാസ്മയ്ക്ക് സ്മോളസ്റ്റ് ലിവിംഗ് ഓർഗാനിസം ആണ്. നമുക്കറിയാം സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ എന്നുള്ള കേസ് നമ്മൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഹാലോഫൈൽസ് സോൾട്ടി ഏരിയാസ് എന്നുള്ളതാണ്. മാല സ്റ്റോക്ക് ഇല്ല, അതാണ് നമ്മുടെ കോഡ്. എന്താണ് നോ സ്റ്റോക്ക്? മാല പോലുള്ള സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാം. നോ സ്റ്റോക്ക് ആണ് സംഭവം കാര്യം നമുക്ക് മനസ്സിലാകും. ആൻഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഹെട്രോസിസ്റ്റ് കാണാനായിട്ട് പറ്റുക, അത് ഓർത്തിരിക്കണം. ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നൈട്രജൻ ഫിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗന്റെ പേരാണ് ഹെട്രോസ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കുക. ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ഓഫ് ലിവർവേർട്സ് ആർ കോൾഡ്. നമുക്കറിയാം അവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ലിവർവേർട്സിൽ കാണപ്പെടുന്ന ആ ബഡിന്റെ പേരാണ് നമ്മൾ പറയുക ജെമ്മെ എന്നുള്ള പറയുക അല്ലെ? ആ ജെമ്മെ ഒരു ജെമ്മെ കപ്പിനുള്ളിലാണ് ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിലുണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അടുത്തത് the ground tissue of leaf is called, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? മീസോഫിൽ എന്നാണ് പറയുക. Several ribosomes attached to single mRNA and form a chain called, അതിനെന്താ പറയുക? several, many എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പോളിസോംസ് അല്ലെങ്കിൽ പോളിറൈബോസോംസ് എന്നും പറയും. പോളിറൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് എന്ന് പറയും. Okay. Then what are bulliform cells? The large empty colorless cells എവിടെയുള്ളതാണ്? നമ്മുടെ മോണോകോട്ട് ലീഫിന്റെ അവരുടെ എപ്പിഡെർമിസിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്നത്. ആ എപ്പിഡെർമിസ് സെൽസ് അങ്ങനെ മാറിയിട്ട് അവരുടെ ഒരു മിഡ്രിപ്പിന് സപ്പോർട്ട് ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? വെള്ളം വരുമ്പോൾ ആ ലീഫ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതും വെള്ളം പോയി കഴിയുമ്പോൾ ചുരുങ്ങി മോണോകോട്ടിലാണ് കാണുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കുക. ഇത് എപ്പോഴും 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്താണ് ബുള്ളിഫോം സെൽസ് എന്നുള്ളത് 2 മാർക്സിനും ചോദിക്കാറുണ്ട്. അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് എഴുതിയാൽ മതി.
Then choose the correct answer. The photosynthetic thalloid gametophyte of pteridophytes is called. എന്താണ് നമ്മുടെ പറയുന്നത്? പ്രോതാലസിനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എപ്പോഴും പ്രോട്ടോണിമയുടെ കേസിൽ കൺഫ്യൂഷൻ വരുന്നതാണോ? ബ്രയോഫൈറ്റിലാണ് പ്രോട്ടോണിമ കാണുക. നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള നമ്മുടെ പ്രോതാലസ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരുന്നു കൊടുക്കുക. ഓക്കെ. Epidermal hairs on the stem of certain plants are called. സ്റ്റെമ്മിലാണ് നമ്മൾ hairs. വളരെ ഈസി ക്വസ്റ്റ്യൻ. ട്രൈക്കോംസ് ആണെന്നുള്ള കാര്യം ഓർത്തോളുക. അത് റൂട്ടിലാണെങ്കിൽ ഹെയർ, സ്റ്റെമ്മിലാണെങ്കിൽ ഹെയർ ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന പേര് ട്രൈക്കോംസ് ആണ്. ഓക്കെ. Observe the diagram related with cell cycle, identify A and B. അതായത് സെൽ സൈക്കിളിന് ചോദിക്കുന്ന സെൽ സൈക്കിൾ ഡയഗ്രാം എവിടുന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതാണ് ഒരു കാര്യം. അതിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡയഗ്രാം ആണ്. G1 ഫേസ് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സിന്തസിസ് ഫേസ് അല്ലെങ്കിൽ S ഫേസ് ആണ്. അതിനുശേഷം ഏതാണ്? G2 ഫേസ് ആണ് എന്നുള്ളവർക്ക് അതിനുശേഷം M ഫേസും നടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ടേംസ്. അപ്പോൾ ഈ വേർഡ് പെയർ റിലേഷൻ ക്വസ്റ്റ്യൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ മാർക്കിലാണ് വരുന്നത്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ബെസിലസ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കോമ ഷേപ്പ് നമ്മുടെ വിബ്രിയോ ആണെന്നുള്ള കാര്യമായിരിക്കും. നമ്മൾ കോമ ഇടുന്ന പോലെ ഇരിക്കും അതിന്റെ ഒരു ഷേപ്പ് കേട്ടോ. ദെൻ അടുത്തത് ട്രൈപ്നോസോമ, പ്രോട്ടോസോമൻ ആണ്. ആൻഡ് പാരമീസി എന്ന് പറയുമ്പോൾ പാരമീസി, സിയിലേക്ക് വരുമ്പോൾ സീലിയേറ്റഡ് പ്രോട്ടോസോം എന്ന് ഓർത്ത് കൊടുക്കുക. പാരമീസിയം, സി എന്ന് പറയുമ്പോൾ സീലിയേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് കൊടുക്കുക. ഇത് കുറേ വർഷം ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ. Who proposed a fluid mosaic model of plasma membrane? വളരെ ഈസി ക്വസ്റ്റ്യൻ. കമിലോ ഗോൾഗി, ഷ്ലീഡർ ആൻഡ് ഷ്വാൻ, സിംഗർ ആൻഡ് നിക്കോൾസൺ, റോബർട്ട് ബ്രൗൺ. ആരാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ? മാറിപ്പോരുത്. ഷ്ലീഡർ ആൻഡ് ഷ്വാന്റെ കോൺട്രിബ്യൂഷൻ എന്താണെടാ? സെൽ തിയറി ആണ്. അത് മാറിപ്പോരുത്. കാരണം സെൽ തിയറിയും ചില സമയങ്ങളിൽ ചോദിക്കും. സെൽ തിയറി 2 മാർക്സിനൊക്കെ ചോദിക്കും. അപ്പൊ ആ രീതിയിൽ ചോദിക്കും. ശ്രദ്ധിച്ച് മാത്രം ഉത്തരം എഴുതുക. സ്മോളസ്റ്റ് ലിവിംഗ് സെൽസ് എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മൈക്കോപ്ലാസ്മയാണ് സ്മോളസ്റ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ ഒരു മാച്ച് ദ ഫോളോവിംഗ് ചോദ്യം കണ്ടിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച്. ഓക്കെ. നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ, നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഫൗണ്ട് ഇൻ ദ സെൽ ഇസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സെൻട്രിയോൾ, റൈബോസോം, വാക്യൂൾ. ആരാണ്? നമ്മുടെ റൈബോസോം ആണ്. റൈബോസോമിന് എന്തില്ല? ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽ അല്ല. ഓക്കെ. യെസ്, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. സുവോളജിന്റെ ബോട്ടണിന്റെ 1 മാർക്ക് സീരീസ് സെറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. 2 മാർക്കും 3 മാർക്കും ഒക്കെ കടല് പോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നേരെ എടുത്ത് നോക്കുക, അതിനെല്ലാം കണ്ടോളൂ കേട്ടോ. ഒരു 1.5x ലിട്ട് കാണാവുന്നതേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. എന്തൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് മാത്രമല്ല, ഇന്ന് മാരത്തോൺ ഉണ്ട് 7 മണിക്ക്. നിങ്ങൾ എല്ലാവരും വന്നിരിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂട്ടിട്ട് വരണം കേട്ടോ. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, അവരും പഠിച്ചില്ലോ. ഇപ്പൊ എന്താ വെച്ചാൽ ഫിസിക്സിന്റെ എക്സാം ഇന്ന് കഴിഞ്ഞുള്ളൂ. അപ്പൊ തൊട്ടടുത്ത ദിവസം ബോട്ടണിന്റെ സോളജിന്റെ എക്സാം ആവുമ്പോ ഒരു ചെറിയൊരു മടിയൊക്കെ നമുക്ക് തോന്നാൻ പാടില്ല, തീരെ പാടില്ല. അപ്പൊ ടൈമും കുറവാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് വരിക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കാണാം, ഷെയർ ചെയ്യുക. അവിടെ വെച്ച് കാണാം. ടിൽ ദെൻ ബൈ.